കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല. കാരണം അതിനകത്തൊരു പ്രബല ഗ്രൂപ്പ് എ ഗ്രൂപ്പാണ്. അവർക്ക് അസ്വസ്ഥതയുണ്ട്, പക്ഷേ അവരുടെ മാത്രം അസ്വസ്ഥതയായിട്ടല്ല ഇത് നടന്നുകൊണ്ട്. അതിലേറ്റവും നിർണായകമായി വേണ്ടത് ഈ കെ സി വേണുഗോപാൽ ഷുഡ് ബി ടോൾഡ് ടു ഷട്ട് അപ്പ്, മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്ത് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്ററും കൂടെ ഒട്ടിച്ചിട്ട് അയാൾ അത് അവിടെ ഡൽഹിയിൽ അവിടെ ഇരുത്തണം. എന്നാൽ 2021, 2025 ചത്തും മലച്ച് കിടക്കുന്ന ഒരു കോൺഗ്രസ് അല്ലേ ഇവിടെ ഉള്ളത്. 100 സീറ്റ് കൊണ്ട് വരുമെന്നാണ് ഡി സതീശൻ ഇപ്പോഴും പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, 100 സീറ്റ് പറവൂരിയാരുടെ വീട്ടിലിരിക്കുകയാണ്. 56 ഇഞ്ച് നെഞ്ചും വിരിച്ചും മപ്പടിച്ച് നിൽക്കുമ്പോൾ ഒരു ചോട്ടാ നേതാവിന്, ഒരു ചില്ലറക്കാരനെയും കൊണ്ട് നിങ്ങൾ ചെന്നിട്ട് അയാൾ സൗമ്യനാണ് എന്നൊക്കെ പറച്ചിൽ പറയാറുണ്ടല്ലോ. വേണുഗോപാൽ എന്ന് പറഞ്ഞ ഇയാൾക്ക് തലയ്ക്ക് വെളി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ചെയ്യേണ്ടതെന്താ? രാഷ്ട്രീയമായി പിണറായി വിജയനെ മൂലക്കിരുത്താൻ കഴിയുന്ന ഒരു നേതൃനിരയെ കൊണ്ടുവരണമായിരുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ മുന്നേ പ്രവചിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി ടോക്കിംഗ് പോയിന്റ്. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ അത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മറ്റ് മാധ്യമങ്ങൾ നമുക്ക് പിന്നാലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും കണ്ടു. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. KPCCയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഗുരുതരമാണ്, എന്ത് ചെയ്താൽ കോൺഗ്രസ് രക്ഷപ്പെടും, പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, ഉണ്ടായി. ഇപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണമുണ്ടോ അതോ ഗുരുതരമാകുമോ? എന്താണ് തോന്നുന്നത്? ലിയോ, ഇതിനകത്ത് ഈ തുടക്കത്തിൽ എനിക്ക് ലിയോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. കാരണം എനിക്കൊന്ന് നമ്മൾ 4ാമത്തെ തവണയാണ് നമ്മൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കുന്നത്. ആ 4 ചർച്ചകളിലും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ അടിമുടി ശരിയാണ് എന്ന് ലിയോ പറഞ്ഞ പോലെ പിന്നീട് മാധ്യമങ്ങൾക്ക് പറയേണ്ടി വന്നു. നമ്മുടെ ചർച്ചയുടെ ഒരു വലിയ മാറ്റം ചർച്ചയിലൂടെ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമാണ് ആൻ്റണി എന്ന് പറഞ്ഞ ആൾ KPCC പ്രസിഡന്റ് ആവാതിരുന്നത്. ഞാൻ കേട്ടെടുത്തോളം KPCC പ്രസിഡൻ്റായി അയാളെ പ്രഖ്യാപിച്ച തീരുമാനം 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റുള്ളിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോകാൻ വേണ്ടി കോട്ടയത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് കടലാസ് കിട്ടിയാൽ ഉടനെ പോകാൻ, അതെപ്പോൾ വേണേലും വരാമെന്ന്. അത് നടന്നില്ല. അത് നടക്കാതിരുന്നത് ഇയാൾ ആരാണെന്നും ഇയാളുടെ പശ്ചാത്തലം എന്താണ്, ഇയാളായാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ രണ്ടാമത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു. പലരും അതെടുത്താണ് പിന്നീട് ഇയാളുടെ കളങ്കിത പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അയാൾ പോയി. അതിനുശേഷം പുതിയ ടീമിൻ്റെ സ്ഥാനാരോഹണം നടന്നു. അപ്പോൾ ഉടനെ തന്നെ ചില നേതാക്കന്മാരൊക്കെ സണ്ണി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് പറയുകയും ഈ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വാദഗതികൾ എടുത്ത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്യായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ ഒന്നടങ്കം. എല്ലാ ദൃശ്യമാധ്യമങ്ങളും എല്ലാ അച്ചടി മാധ്യമങ്ങളും ഇതാ കോൺഗ്രസിനകത്തെന്തോ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്നും ആ സ്ഥാനാരോഹണം നടന്ന അന്ന് നമ്മൾ പറഞ്ഞു, ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്, ഇതിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവാൻ പോകുന്നു, ഇന്ന കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ 6 MP പങ്കെടുത്തിട്ടില്ല എന്നുള്ള ആദ്യമായിട്ട് നമ്മളാണ് ഇവിടെ ചർച്ച നമ്മളാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നീടാണ് മാധ്യമങ്ങൾ മുഴുവൻ അത് പറയുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, ടോക്കിംഗ് പോയിൻ്റ് അഭിമാനിക്കാം, ഇത്രയും കാര്യങ്ങൾ നടന്നത്. ഇനി എന്താണ് ഇതിനകത്തുണ്ടായ പൊട്ടിത്തെറിയുടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല. കാരണം അതിനകത്തൊരു പ്രബല ഗ്രൂപ്പ് എ ഗ്രൂപ്പാണ്. അവർക്ക് അസ്വസ്ഥതയുണ്ട്, പക്ഷേ അവരുടെ മാത്രം അസ്വസ്ഥതയായിട്ടല്ല ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കോൺഗ്രസിന് 14 MP ഉള്ളത്. അതിലൊരാൾ ആഗോള നേതാവാണ്, മറ്റേ പ്രിയങ്ക ഗാന്ധി, കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ 13 പേരാണ്. ആ 13 പേരിൽ 7 പേരും അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിന് പങ്കെടുക്കുന്നില്ല. മനസ്സിലായില്ലേ? 13-ൽ 7 പേര്. അതിൽ ആൻ്റണി വരാതിരുന്നത് അവിടെ ഒരു കണ്ണൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരൻ നേതാവ് മരിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം ആൻ്റണി വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന്. ആകെപ്പാടെ വന്നതായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു MP, എറണാകുളം MP ഹൈബിയുടെ മാത്രമാണ്.
കാരണം എന്താ, ബാക്കി എം പിമാരാരാ? ഒന്ന് കെ സുധാകരൻ, അയാൾ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്, മുൻ KPCC പ്രസിഡന്റ്. ഒന്ന് അടൂർ പ്രകാശ്, അയാൾ പുതിയ UDF കൺവീനറാണ്. പിന്നൊന്നുള്ളത് കൊടികുന്നിൽ സുരേഷ് വന്നിരുന്നു. പിന്നുള്ളത് KC വേണുഗോപാലാണ്. അപ്പോൾ 4 എം പിമാർ അവിടെ അങ്ങ് മാറി. പിന്നെ 5ാമത്തെ ആൾ പിന്നെ ആര്? ആൻ്റോ ആൻ്റണി. 6ാമത്തെ ആൾ ഹൈബീഡ്. അതിനുശേഷം ബാക്കി 6 എം പിമാരും പിന്നെ വന്നില്ല. ആ 6 എം പിമാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള എം പിമാരല്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ശരിക്കും ഈ സതീശ വേണുഗോപാൽ സഖ്യത്തിനോടുന്ന ആളാണ്, അയാൾ വന്നില്ല. നമ്മുടെ ഷാഫിയുടെ പേര് പറഞ്ഞില്ല. അതെ, ഷാഫി പറമ്പിലൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ 5 പേര് അപ്പം ഔദ്യോഗികത്തിൻ്റെ ഭാഗത്ത് നിന്നു. അപ്പോൾ അവർ വരാതിരിക്കാൻ അവർക്ക് പറ്റും. പിന്നെ 6 പേര് വന്നില്ല. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഗ്രൂപ്പല്ല. MK രാഘവൻ കോഴിക്കോട് നിന്നുള്ള 4 പ്രാവശ്യം MP, അയാൾ നേരത്തെ A ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പില്ല അയാൾക്ക്. VK ശ്രീകണ്ഠനും ഗ്രൂപ്പുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ശശി തരൂർ നമുക്കറിയാം നേതൃത്വത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ്, അയാൾക്കും ഈ പറഞ്ഞ ഗ്രൂപ്പ് എന്നുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ആകെപ്പാടെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാവുന്ന 2 പേർ ബെന്നി ബെഹനാനും പിന്നെ ഡീൻ കുര്യാക്കോസും മാത്രമാണ്. ഒന്നാമത്. രണ്ടാമത്, ഈ പൊട്ടിത്തെറിയുടെ ഏറ്റവും വലിയ പ്രതിഫലനം എന്തായിരുന്നു? അവിടെ പ്രസംഗിച്ചവരെല്ലാവരും കുത്തി കീറുകയായിരുന്നു ചെയ്തത്. നമ്മൾ കെ മുരളീധരൻ്റെ പ്രസംഗം മൊത്തം ആദ്യാവസാനം എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു വെച്ചത്? അയാൾ പറഞ്ഞു യുദ്ധം ഉണ്ടായ സമയത്ത് വന്നത് നന്നായി എന്ന് പറഞ്ഞു. എൻ്റെയും ടി.എൻ. പ്രതാപൻ്റെ ഗ്രാഫ് കുറഞ്ഞപ്പോഴത്തേക്കും മറ്റേ ആളുടെ ഗ്രാഫ് കൂടി എന്ന് പറഞ്ഞു. പിന്നെ AP അനിൽകുമാറിനെ ഞാൻ കൈ പിടിച്ച് കൊണ്ടുനടന്നതാണ് ഇപ്പോൾ വലിയ സ്ഥാനത്തേക്ക് എത്തി എന്നയാൾ പറഞ്ഞു. പിന്നെ MP സ്ഥാനം നല്ലതാണ്, കാരണം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടും എന്നുള്ളത് പറഞ്ഞു. അവസാനം അയാൾ എന്ത് പറഞ്ഞു? കെ കരുണാകരൻ പറയുമായിരുന്നു, പുനഃസംഘടന ഇങ്ങനെയൊന്നും നടന്നപ്പോൾ പുനഃസംഘടന നടന്നുകൊണ്ട് കാര്യമില്ല, ജയിക്കണമെങ്കിൽ കള്ള് വേറെ കുടിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവനെ എപ്പോഴും ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം വരുമെന്ന് പറഞ്ഞ് അയാളുടെ പ്രസംഗത്തിൽ അത് കുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊടിയത്തൂർ സുരേഷ് എന്താ പറഞ്ഞത്? ഇത് തന്നെയാണ് പറഞ്ഞത്. ആ ഫോട്ടോ മുഴുവൻ നോക്കൂ, അതിനകത്ത് ഏതെങ്കിലും പിന്നോക്കക്കാരനുണ്ടോ എന്ന് കൊടിയത്തൂർ സുരേഷ് ചോദിച്ചു. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പറഞ്ഞത് മുഴുവൻ അയാളെ മാറ്റിയതിനെതിരായിട്ടായിരുന്നു. കാരണം അയാളാണ് വലിയവനെന്നാണ്. അപ്പോൾ അയാളെ മാറ്റിയത് എന്തിനാണെന്നുള്ളത് ഈവൻ രമേശ് ചെന്നിത്തല പോലും സണ്ണി ജോസഫ് സണ്ണി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണെന്ന് തോന്നരുത് എന്ന് പറഞ്ഞ് വേണുഗോപാലിട്ട് കുത്തു കൊടുത്തു. അപ്പോൾ പ്രസംഗിച്ചവരെല്ലാവരും കുത്തി. 6 എം പിമാർ ഗ്രൂപ്പിന് അതീതമായി വന്നില്ല. പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? ഈ പുതിയ നേതൃത്വത്തിനെ AICCയുടെ ആഗോള നേതാക്കന്മാരായിട്ടുള്ള പിന്നെ എന്താണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും കൂടെ അവിടെ വിളിച്ചപ്പോൾ ആരെയൊക്കെയാണ് വിളിച്ചത്? പുതിയ നേതൃത്വത്തിനെ വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാരായിട്ടുള്ള കെ മുരളീധരനെ വിളിച്ചു, VM സുധീരനെ വിളിച്ചു, മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിച്ചു, കെ സുധാകരനെ വിളിച്ചു. ഒരു 4 പേരും മുൻ ഈ 4 KPCC പ്രസിഡന്റുമാരെ അവിടെ പോയില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ആ ചോദ്യം? 2 നിർണായക തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആണല്ലോ. 2 നിർണായക തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് മുമ്പ് നടത്തിയ അതിനിർണായകമായിട്ടുള്ള ഒരു പുനഃസംഘടന. കാരണം ഈ നേതൃത്വമാണല്ലോ ഈ 2 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോകാൻ പോകുന്നത്. ആ നേതൃത്വത്തിനെ കേന്ദ്ര നേതൃത്വം ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പ്രധാനം കേന്ദ്ര നേതൃത്വം പുതിയ നേതൃത്വത്തിനെ വിളിക്കുമ്പോൾ അനിവാര്യമായിട്ട് വിളിക്കേണ്ടവരാണ് 4 KPCC പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാർ 4 പേരും. ഈ 4 പേരും അതിൽ പോകുന്നില്ല. ആകപ്പാടെ ചെന്നത് MMSനും ചെന്നിത്തലയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അവർ പോകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പുത്തൻകൂറ്റി നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഷാഫി പറമ്പിലും ഈ പറഞ്ഞതുപോലെ വിഷ്ണുനാഥ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളവർ പറയുന്നു. അവരുടെയൊക്കെ ക്രെഡൻഷ്യൽസ് നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ അവർ വഹിച്ച പങ്കെന്താ? പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അവർക്ക് എന്താണ് പങ്കുള്ളത്? പക്ഷേ അവരുടെയൊക്കെ പ്രവർത്തനവും ഇമേജും പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടില്ലേ? ഷാഫി പറമ്പിൽ എവിടെയാണെങ്കിലും, പാലക്കാടാണെങ്കിലും, ഒപ്പം തന്നെ എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും ജയിക്കുന്ന ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. KK ശൈലജയെ പോലുള്ളൊരു നേതാവിനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് ആ ഒരു മുന്നേറ്റം നടത്തിയത്. വിഷ്ണുനാഥാണെങ്കിൽ തന്നെയും വളരെ യുവ നേതാക്കൾ, ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ യുവാവ് എന്ന് പറയുന്നത് 50 വയസ്സ് വരെയും യുവാവ് എന്ന് പറയാൻ തോന്നുന്നു. അപ്പോൾ യുവ നേതാക്കളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നേതാവ് കൂടിയല്ലേ വിഷ്ണുനാഥ്? അതെ. അപ്പോൾ ലിയോ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇമേജുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ, ഇമേജുള്ള നേതാവാണ് വിഷ്ണുനാഥ്. ശരിയാണ്, അവർക്ക് 2 പേർക്കും ഇമേജ് ഉണ്ട്. അതുതന്നെയാണ് എൻ്റെ വാദം. അവരുടെ ഇമേജാണോ അതോ അവർ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണോ? ഇതാണ് പ്രധാനം. ഇതാണ് എൻ്റെ ചോദ്യം 2 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ.
ഇപ്പോൾ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ചിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പങ്കുണ്ട്. പക്ഷെ അവരൊക്കെ നമുക്ക് എന്നും അവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. എന്നൊന്നും എനിക്ക് അവകാശവാദമില്ല. പക്ഷേ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഈ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 80 വയസ്സിലല്ലേ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാകുന്നു? 85 വയസ്സിൽ 99 സീറ്റ് നേടി അച്യുതാനന്ദൻ അധികാരത്തിൽ വന്നില്ലേ? നമുക്ക് അച്യുതാനന്ദനെ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാവരെയും അച്യുതാനന്ദനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല പറയും. ഞാൻ പറയുന്നത് പ്രായമല്ല ഇത് എന്നുള്ളതാണ്. ഓക്കെ, ഇമേജ് ആണോ പ്രധാനപ്പെട്ട പ്രശ്നം? കാരണം അവർ വർക്ക് ചെയ്തെടുത്ത ഇമേജ് അല്ലേ അത്? അല്ല, അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവര് വർക്ക് ചെയ്യുന്നത്, പാർട്ടിക്കകത്ത് വർക്ക് ചെയ്യുന്നത് പാർട്ടി വളർത്താനാണോ, പാർട്ടിയുടെ ഇമേജ് വളർത്താനാണോ, അവരുടെ ഇമേജ് വളർത്താനാണോ? ഇതാണ് ചോദ്യം. അങ്ങ് പറഞ്ഞു വരുന്നത് അവർ സ്വന്തം ഇമേജാണ് വളർത്തിയത് എന്നാണ്. അത് സ്വാഭാവികമാണല്ലോ. കാരണം പാർട്ടി വളർത്താനായിരുന്നുവെങ്കിൽ ഷാഫി പറമ്പിൽ 2 തവണ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. എന്ത് സമരങ്ങൾ ഷാഫി പറമ്പിൽ ഇവിടെ നടത്തി. ഈ പഴയകാല നേതാക്കന്മാരുടെ അനുഭവ സമ്പത്തുണ്ട്. അത് ഇയാളുടെ ഉണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഉണ്ട്, സുധീരൻ്റെ ഉണ്ട്. ഞാനൊരു ചെറിയ കാര്യം പറയും. നിങ്ങളുടെ ഈ ടോക്കിംഗ് പോയിന്റിൽ തന്നെ കഴിഞ്ഞ ദിവസം ടി ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞൊരു നേതാവ് ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരു സുഹൃത്തു കൂടിയാണത്. അയാളൊക്കെ നേരിട്ടിട്ടുള്ള അതിഭീകരവും ക്രൂരവുമായിട്ടുള്ള ആക്രമണമുണ്ടല്ലോ. ഇപ്പം ഞാൻ അയാളെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയാണ്. 1980 ജനറൽ ആശുപത്രിക്ക് സമീപം CPM പ്രവർത്തകർ അയാളെ അതിക്രൂരമായിട്ട് ആക്രമിച്ചു. എങ്ങനെയാണ് അതിക്രൂരമായിട്ട് ആക്രമിച്ചെന്നറിയാവോ? അയാൾ സംസ്കൃത കോളേജിൽ KSU യൂണിറ്റ് ആരംഭിച്ചതിന് വാരിക്കുന്തം കൊണ്ട് ഉൾപ്പെടെ അയാളെ കുത്തി. വാരിക്കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ അവിടെ ആയുർവേദ കോളേജിൽ യൂണിറ്റ് ഉണ്ടാക്കിയതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുശേഷം അയാൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. 83 SN കോളേജിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാവുകയും മൃഗീയമായി മർദ്ദിക്കുകയും വെട്ടുകയും കുത്തുകയും ചെയ്തു. 1 മാസം ആശുപത്രി കിടന്നു. മരണപ്പെട്ടു എന്ന് ആദ്യം വാർത്ത വന്നു. ആദ്യ ദിനം ഹർത്താലിന് വരെ ആഹ്വാനം ചെയ്തു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ, CPMന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടുള്ള നേതാക്കന്മാരും ഈ കോൺഗ്രസിനകത്തുണ്ട്. ആരാണ് ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അലഞ്ഞു തിരികെയല്ലേ. ആകെപ്പാടെ ഒരു തവണയല്ലേ മത്സരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. ബാക്കി അവസരങ്ങൾ മുഴുവൻ ഈ അടൂർ പ്രകാശ് ഇതുപോലുള്ള ആളുകൾ കൊണ്ടുപോകുകയല്ലായിരുന്നു. MP ആയിട്ട് മത്സരിക്കാൻ 1-2 തവണ അയാളുടെ പേര് അവസാന റൗണ്ട് വരെ പരിഗണിച്ചതാണ്. എടുത്ത് ഔട്ട്ഔട്ടേ കളഞ്ഞു. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാലക്കാട് അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ യുവാക്കൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരെയും സ്വാധീനിക്കുന്നുണ്ട്. വലിയൊരു വിഭാഗത്തെ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ ഷാഫി പറമ്പിൽ കാരണമായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നേട്ടമല്ലേ? അതെ, അതാണ് എൻ്റെ ചോദ്യം. അതായത് വലിയൊരു ജനവിഭാഗത്തെ തനിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ ആകർഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ടി വളർന്നാലല്ലേ പാർട്ടി അധികാരത്തിൽ വരും. അങ്ങ് പറഞ്ഞു വരുന്നത് ഓക്കെ, തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്തേക്ക് പാർട്ടിയെ ചലിപ്പിക്കണം, പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കണം, അക്കാര്യത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിലല്ലേ പാർട്ടി അധികാരത്തിൽ വരുള്ളൂ. കാരണം ഷാഫി പറമ്പിൽ 3 പ്രാവശ്യം MLA-യും 1 തവണ MP ആയതുകൊണ്ട് പാർട്ടി അധികാരത്തിൽ വരുമോ? ഇനി താൻ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളെ ആകർഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടികുന്നിൽ സുരേഷ് 9 പ്രാവശ്യം ജയിച്ചിട്ടുണ്ടല്ലോ മാവേലിക്കർ. അതായത് അവരവരുടെ സ്ഥലങ്ങളിൽ മാത്രമല്ല, പൊതുവിൽ അല്ലേ, സംസ്ഥാനത്തൊട്ടാകെ പാർട്ടിയെ വളർത്തണം. അതിന് വേണ്ട പാർട്ടിയെ വളർത്തണ്ടേ, ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കണം. അതില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമല്ലേ. താൻ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം താൻ ജയിക്കുന്നുണ്ട്. അതിന്റെ നേട്ടമാർഗം തനിക്കല്ലേ. അതേസമയം പാർട്ടി വളർത്തണമെങ്കിൽ പാർട്ടിയെ മൊത്തത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങയുടെ വാദം. അല്ല, അത് സത്യമല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും വലിയ ഒരു വിമർശനം ഉയർന്നു വരുന്നത്. ഈ വിമർശനങ്ങൾ 2021 ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തുകൊണ്ട് ഉയർന്നു വരുന്നു? ആ ഉയർന്നു വരുന്നത് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ? സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മഹത്യാ മുനമ്പിൽ വന്ന് താഴോട്ട് വീഴാൻ നിൽക്കുന്ന പോലത്തെ നിപ്പിങ്ങനെ ആടിയാടി നിൽക്കുകയാണ് കോൺഗ്രസ്. ഒരു തള്ളു തള്ളിക്കഴിഞ്ഞാൽ തലയെ കുത്തി താഴെ വീഴുമെന്നുള്ള നിലയിലുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസ്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ പറയട്ടെ, ഒരു തവണ കൂടെ തോറ്റ കോൺഗ്രസ് തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാ, അപ്പുറത്ത് സുസംഘടിതമായി നിൽക്കുകയാണ് പിണറായിയുടെ നേതൃത്വത്തിൽ. ആളിനാള്, പൈസയ്ക്ക് പൈസ, സർക്കാർ എല്ലാ സൗകര്യങ്ങളുമായി അപ്പുറത്ത് അവർ നിൽക്കുമ്പോഴാണ്
ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കോൺഗ്രസ് ഈ പാർട്ടിയെ വളർത്താൻ ആരെ എവിടെയൊക്കെയോ കിട്ടുമോ, അച്ചാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അച്ചാർ എന്നോട് പറയായിരുന്നു ചുള്ളിക്കമ്പ് കിട്ടിയാലും എടുത്തെറിയണമെന്ന്. അപ്പോൾ ഈ പാർട്ടിയെ വളർത്തി പിണറായി സർക്കാരിനെ തോൽപ്പിക്കാൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും ഒരുമിച്ച് കൂട്ടി പട നയിക്കേണ്ടതിന് പകരം, എല്ലാ ആയുധങ്ങളും ഒരുമിച്ച് കൂട്ടി തെരുവിലിറങ്ങിന്ന് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതിന് പകരം അടിക്ക് അടി അല്ലെങ്കിൽ വെട്ടിന് വെട്ട് കൊള്ളാൻ തയ്യാറായി നിന്നുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നു, ഷാഫി പറമ്പിലും രാഹുൽ മുഹട്ടത്തിലും ഒക്കെ എന്താണ് ചെയ്യുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഈ ഗ്വാഗ്വാ വിളികൾ നടത്തുന്നതല്ലാതെ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു സമര പോരാട്ടത്തിന് കഴിഞ്ഞ 9 വർഷത്തിനിടെ, ഞാനത് പറയാൻ കാരണം എന്താ, 2016-21 കാലഘട്ടത്തിൽ എത്ര തവണ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ മുട്ടുകുത്തിച്ചു. എന്നാൽ 2016 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന് ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സർക്കാരിന്? അങ്ങനെ വരുമ്പോൾ 2016 മുതൽ തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൊളിറ്റിക്കൽ ഉള്ള ഒരു ഡിക്ലൈൻ സംഭവിച്ചു. കാരണം അന്ന് ഞാൻ കണ്ടതാണ്, പലപ്പോഴും ചോദിച്ചു പോയിട്ടുണ്ട് പല കോൺഗ്രസ്സുകാരോടും, ഈ രമേശ് ചെന്നിത്തല വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ്സ് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അത് ആരോപണം മാത്രമല്ല, അത് ശരിയാണെന്ന് തെളിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുവാൻ ഒരു കളക്റ്റീവായിട്ടുള്ള എഫർട്ട് ഭരണപക്ഷത്തിനെതിരെ നടത്തുവാൻ കോൺഗ്രസിന് സാധിച്ചില്ല എങ്കിൽ അത് കോൺഗ്രസിൻ്റെ പരാജയം കൂടിയാണ്. ഞാൻ പറയുന്നത് ഈ 2 ഘട്ടത്തെ രണ്ടായിട്ട് നമ്മൾ കാണണം. ലിയോ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കും. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എത്രയോ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, പലതവണ ഞാൻ പറഞ്ഞതാണ്. ആ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ 2021 കണ്ടു. എന്നാൽ 2021-2025 ചത്തും മലച്ച് കിടക്കുന്ന ഒരു കോൺഗ്രസ് അല്ലേ ഇവിടെ ഉള്ളത്? സംഘടനാപരമായി മാത്രമല്ല, സംഘടനാപരമായി ഇല്ല എന്ന് മാത്രമല്ല, പാർലമെന്ററി രംഗത്ത് കോൺഗ്രസ് എവിടെയാണ്? വി ഡി സതീശൻ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നതാണ്, ഞാൻ പറഞ്ഞത് അതാണ്, ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. 100 സീറ്റ് കൊണ്ട് വരുമെന്നാണ് വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, 100 സീറ്റ് പറവൂരിയാരുടെ വീട്ടിലിരിക്കുകയാണെന്ന്. എനിക്കത് ചെന്നിട്ട് എടുത്തോണ്ട് നീ കൊണ്ടുവന്നാൽ മതി, വീട്ടിൽ പോട്ട് കേട്ടോ എന്നാണ് അയാൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെക്കുറിച്ചൊക്കെ അയാളുടെ കൂടെ പോയിട്ട് വന്നിട്ട് കോൺഗ്രസിലെ പല നേതാക്കന്മാരൊക്കെ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി, അറിയാലോ, ഇങ്ങനെ ഇറങ്ങി നടക്കും. ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 2011 UDF 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ. ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ട് പോലും 2 സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് CPM ഉണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ ഈ സതീശൻ എന്ന് പറഞ്ഞ ഇയാളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഓക്കെ, ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, എന്ത് പ്രശ്നമാണ് ഇപ്പോഴും കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്നതെന്നാണ് അങ്ങ് പറയുന്നത്? കാരണം ഇപ്പോൾ AICC വിളിച്ച യോഗത്തിൽ 4 മുൻ KPCC പ്രസിഡന്റുമാർ പങ്കെടുത്തില്ല. അതുകൊണ്ട് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാകുമോ, അതോ ഇതിനപ്പുറത്തേക്ക് അതിനകത്തെ ലഹള പെരുകുകയാണോ? ലിയോ, ഇത് വളരെ ക്ലിയറാണ്. അതിനകത്ത് ധ്രുവീകരണം വളരെ ക്ലിയറാണ്. ഒന്ന്, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതല്ല ഈ ധ്രുവീകരണം. അത് ആദ്യം പറഞ്ഞു, അത് ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു അധികാര കേന്ദ്രത്തിനെതിരെ മാത്രമാണ് ഈ ധ്രുവീകരണം. ആ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് മറ്റാരുമല്ല, KC വേണുഗോപാൽ. അയാളുടെ അപ്രമാദിത്വത്തിനും അയാളുടെ ഏകാധിപത്യത്തിനും അയാളുടെ താൻപോരിമയ്ക്കും എതിരായിട്ടുള്ള വലിയൊരു, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വലിയൊരു ചേണിങ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോഴും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ കണ്ടതുപോലല്ല ഇപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ CPM-നകത്ത് കണ്ടില്ലേ, ഞാൻ അച്യുതാനന്ദനോട് നിൽക്കുമ്പോൾ എന്നോട് ആൾ ചോദിക്കുന്നത്, നീ എന്ത് ഈ പറയുന്നത്? PS-ന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം CPM-നകത്ത് ഒരു കേഡർ പാർട്ടി ആയിട്ടുള്ള CPM-നകത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോയും പറയുന്ന ആളെ മാത്രമേ മുഖ്യമന്ത്രി ആക്കുള്ളൂ. അയാൾ എന്ത് ജനകീയ സമരം നടത്തിയാലും അതങ്ങനെ ആവാൻ പോകുന്നുള്ളൂ. പാർട്ടി അച്യുതാനന്ദൻ്റെ കൂടെ അല്ല, പിണറായി വിജയൻ്റെ കൂടാണ്. പിണറായി വിജയനാണ് പോളിറ്റ് ബ്യൂറോയിൽ സ്വാധീനം. പിണറായി വിജയൻ തീരുമാനിക്കുന്നവരെ മാത്രമേ മുഖ്യമന്ത്രിയാവുള്ളൂ. 1. 2, തോമസ് ഐസക്കും EP ജയരാജനും MA ബേബി മുഴുവൻ CPM-കാരെതിര്, അദാനി എതിര്, അംബാനി എതിര്, മറ്റേ യൂസഫ് അലി എതിര്, ഈ മുഴുവൻ പേരും എതിര് അച്യുതാനന്ദനെതിരെ. അപ്പോൾ പിന്നെ അച്യുതാനന്ദൻ എങ്ങനെ മുഖ്യമന്ത്രിയാവും?
ജനങ്ങൾ കൂടെ നിന്നു. അല്ല, അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ സുഹൃത്ത് പിന്നെ ഹരിലാൽ എന്നോട് ചോദിച്ചു, നമ്മുടെ ബാലഗോപാലിൻ്റെ ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു, ജനങ്ങൾ നിനക്ക് നീ എന്ത് ഈ സുരേഷ് ഗോപിയുടെ ഡയലോഗാണോ പറയുന്നത്? ജനമോ? എന്ത് ജനം? CPM എന്ത് നടക്കാൻ എന്ന് ചോദിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ CPM നടന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ കോൺഗ്രസ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനാരാ വലിയോ? എനിക്ക് പെൻഷൻ പോലും ഇല്ല. പക്ഷെ നമ്മൾ നടത്തിയ 2 ചർച്ച കൊണ്ട് ആൻ്റണി ഓടിപ്പോയില്ലേ? 12,000 മെയിലുകളാണ് രാഹുൽ ഗാന്ധിക്ക് ആൻ്റണിക്ക് എതിരെ കിട്ടിയതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വലിയൊരു പങ്ക് വഹിച്ചില്ലേ? അപ്പം നമ്മൾ വഹിക്കുന്നില്ലേ പങ്ക്? ഇതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് വേണുഗോപാലിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനകത്തെ ആഭ്യന്തരമായിട്ടുള്ള യുദ്ധം അത് ഇതുവരെ നടന്നതുപോലെ അല്ല. അത് അതിനപ്പുറത്തെ മാനങ്ങളിലേക്ക് അത് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അത് സംസ്ഥാന നേതാക്കളുടെ ലെവലിലല്ല ഇപ്പോൾ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ദേശീയ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു എതിർചേരി അല്ലെങ്കിൽ എതിരഭിപ്രായമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ എതിർ അഭിപ്രായം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ ഈ പ്രതിഷേധ നീക്കത്തിന്റെ ഭാഗമാകുമെന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ എൻ്റെ പോയിന്റ് അതല്ല, അതുകൊണ്ട് അതിപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിൽ സ്ട്രോങ് ആണ്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധ്രുവീകരണം സംസ്ഥാന തലത്തിൽ നിന്ന് അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അണികളിലേക്ക് അത് പരന്നിരിക്കുകയാണ്. അതായത് ഈ നേതൃത്വത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെങ്കിൽ 1 മില്ലിമീറ്റർ പോലും CPM തൊടാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം സുധാകരനെ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അല്ല, എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു നേതാവ് ഭയങ്കര അഗ്രസീവ് ആകണം എന്നില്ല. ഓക്കെ, അങ്ങ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതാത് മണ്ഡലങ്ങളിൽ വിജയം നേടുവാൻ, തങ്ങളുടെ മത്സരത്തിൽ തങ്ങളെ വിജയിപ്പിക്കുവാൻ ഓരോ നേതാക്കൾക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രം അവർ സംസ്ഥാന നേതൃനിരയിലേക്ക് വരുന്നില്ല. അവരവരുടെ മണ്ഡലത്തിൽ അവരവരുടെ ഇമേജ് മെച്ചപ്പെടുത്തി പോകുന്നു. പക്ഷേ എൻ്റെ ഒരു ചിന്ത, അതായത് ഒരു സൗമ്യനായ സണ്ണി ജോസഫ്, അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഈ സംഘടന ഒരു നിശബ്ദ വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിലോ? ലിയോ, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ തിയറിയും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. 4 മാസം കഴിയുമ്പോൾ തദ്ദേശ മണ്ഡലം തെരഞ്ഞെടുപ്പ്, 1 വർഷം കഴിയുമ്പോൾ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1 2 അപ്പുറത്ത് നിൽക്കുന്നയാൾ മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. നമ്മൾ ഓർത്തോണം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത, അധികാരം നിലനിർത്താൻ എവിടം വരെ വേണേലും പോകാൻ മടിയില്ലാത്ത, അത് പണക്കാരെ സ്വാധീനിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, വർഗീയ ശക്തികളെ സ്വാധീനിക്കുന്ന കാര്യത്തിലായി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പിന്നെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇയാളെ ഒരു സ്റ്റേജിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സ്വന്തം മകനെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇയാളെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. 1 മിനിറ്റ്. 2 NSSന്റെ ജനറൽ സെക്രട്ടറി പിന്നെ സുകുമാരൻ നായരുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളി. മനസ്സിലായില്ലേ? വെള്ളാപ്പള്ളി നടേശൻ ഒരു കുഴപ്പവും ഇപ്പോൾ ഇല്ല. വെള്ളാപ്പള്ളി നടേശനെ എവിടെ വേണേലും പുള്ളി പോയി കാണാൻ തരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ യൂസുഫ് അലിയുടെ പിന്നെ കൊച്ചിയിലുള്ള കോടികളുടെ കൊട്ടാരത്തിൽ ഒരു ഫുൾ ഡേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികാരം പിടിക്കാൻ എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഏകാധിപതി അപ്പുറത്ത് നിൽക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കാർക്ക് പോലും പൂർണ്ണമായി അറിയാൻ മേലാത്ത ഉളിക്കൽ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫിന് പിണറായി വിജയൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതൊരു കാര്യം, കേസുകാരനെ കുറിച്ച് എനിക്ക് പറഞ്ഞാൽ മതിയാവും. കേസുകാരൻ സംഘടന ചലിപ്പിക്കാൻ വേണ്ടി കേസുകാരന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രസ്താവനകളിലെങ്കിലും പിണറായിക്കൊപ്പം ഇടിച്ചു നിന്ന ഒരു നേതാവാണ് അയാളെന്ന് ഓർത്തോണം. എൻ്റെ പിള്ളേരെ തൊട്ടാൽ കൈവെട്ടും എന്ന് പറയാൻ ചങ്കുറപ്പുള്ള വേറെ ഏത് നേതാവുണ്ട് കോൺഗ്രസിനകത്ത്? അയാളെ എടുത്ത് മാറ്റിയിട്ടാണ് കണ്ണൂർ മാത്രം അറിയാവുന്ന ഒരു ആളെ കൊണ്ടിരുന്നത്. അപ്പോൾ പ്രശ്നം എന്താണ്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അപ്പോഴത്തെ 56 ഇഞ്ച് നെഞ്ചും വിരിച്ചും അപ്പടിച്ച് നിൽക്കുമ്പോൾ ഒരു ചോട്ടാ നേതാവിന്, ഒരു ചില്ലറക്കാരനെയും കൊണ്ട് നിങ്ങൾ ചെന്നിട്ട് അയാൾ സൗമ്യനാണ് എന്നൊക്കെ പറയാൻ്റെ ലിയോ. അല്ല, അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം കോൺഗ്രസ്? അവർക്ക് രക്ഷയുണ്ടോ? അത് വളരെ സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. അതായത്, 1, കോൺഗ്രസ് രക്ഷപ്പെടുമോ? 2, രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഈ 2 ചോദ്യവും കൂടി എനിക്ക് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നു.
കോൺഗ്രസ് രക്ഷപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2006 പിണറായി വി എസ് തർക്കം ഉണ്ടായപ്പോൾ എന്ത് പറഞ്ഞു? CPM പിളരാൻ പോവാണ്, CPM നശിച്ചു എന്നല്ലേ കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞത്. പക്ഷേ ആ ധ്രുവീകരണത്തിലൂടെയാണ് CPM വലിയ ശക്തിയുള്ള ഒരു സാധനമായിട്ട് CPM വളർന്നു വന്നത്. അന്ന് UDF-കാരുടെയും സ്ത്രീകളുടെയും ഒക്കെ വോട്ട് CPM കിട്ടി. VS അച്യുതാനന്ദന് ഒരു വലിയ പിന്തുണ കിട്ടി. യഥാർത്ഥത്തിൽ അന്നത്തെ ആ പിണറായി VS തർക്കം കൊണ്ടാണ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അന്ന് 99 സീറ്റ് കിട്ടിയത്. 1. 2, ഈ പാർട്ടിയെ വെട്ടി മതങ്ങൾ കിട്ടുകൊടുക്കുന്ന ഈ വേണുഗോപാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അവിടെയും VS അച്യുതാനന്ദനെ നമ്മളത് പഠിക്കണം. എന്താണെന്നറിയാം, 2006 ഈ നായരും ഈഴവനും ക്രിസ്ത്യാനിയും കത്തോലിക്കനും പിന്നെ ലത്തീൻ കത്തോലിക്കനും മാർത്തോമക്കാരനും ജാക്കോബൈറ്റും എല്ലാം 2006 ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നിട്ടും അതിന് മുകളിൽ രാഷ്ട്രീയത്തിന് ജനം പ്രതിഷ്ഠിച്ചു. ക്രിസ്ത്യാനിയും ഈഴവനും മുസ്ലിമും മറ്റവനും മറിച്ചവനും മറ്റേ യാക്കോവയും കത്തോലിക്കയും എല്ലാ മതങ്ങളും എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടി വിരുദ്ധതയ്ക്ക് അച്യുതാനന്ദൻ്റെ പുറകിൽ അണിനിരന്നു. അപ്പം ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഇയാൾക്ക് തലയ്ക്ക് വെളി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ചെയ്യേണ്ടതെന്താ? രാഷ്ട്രീയമായി പിണറായി വിജയനെ മൂലയ്ക്കിരുത്താൻ കഴിയുന്ന ഒരു നേതൃനിരയെ കൊണ്ടുവരണമായിരുന്നു. അതിന് പകരം അയാൾ എന്ത് ചെയ്തു? രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് മുഴുവൻ തന്നെ ഡിഫ്യൂസ് ചെയ്ത് അയാൾ പാർട്ടിയെ 4ആയിട്ട് വീതിച്ചു കൊടുത്തു. ഇത് നമ്മളൊന്ന് ഓർത്തോണം. ഇനി ഉള്ള അടുത്ത ചോദ്യം എന്താ? കോൺഗ്രസ് രക്ഷപ്പെടാൻ പറ്റും? ഈ തർക്കം കോൺഗ്രസിനകത്ത് ഗുണപരമായി മാറണം. എങ്ങനെ മാറണം? ഇപ്പോൾ കോൺഗ്രസിനകത്തൊരു നേതാവിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ നേതാവ് അങ്ങനെ ഇരിക്കണം എന്നൊന്നും കോൺഗ്രസിനകത്ത് നിർബന്ധമൊന്നും ഇല്ലല്ലോ. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയല്ലേ. CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് പോലും അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മത്സരിപ്പിക്കണം എന്നന്ന് വന്നെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിനകത്ത് ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ മാറിക്കൂടല്ലയോ? അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവർ അവർ മാറിക്കൂടെ? അല്ല, ഞാൻ ചോദിക്കുന്നത് മാറുന്നുണ്ടോ അല്ല കുഴപ്പമുണ്ടോ? അതിനനുസരിച്ചുള്ള ഒരു ശക്തമായ ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറയുന്നത് കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ഇയാൾക്ക് കൊടുക്കുക. ആർക്ക്? KPC പ്രസിഡന്റ്. അയാൾ അവിടെ ഇരുന്നോട്ടെ. അയാളെ കൊണ്ടൊന്നും പുല്ലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അയാളെ ഇപ്പോൾ നമ്മൾ മാറ്റണ്ട, അയാൾ അവിടെ ഇരിക്കട്ടെ. ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെ എല്ലാം എടുത്ത് യൂരെ കളയണം. എന്നിട്ട് സ്വന്തം പ്രതിച്ഛായയ്ക്ക് പകരം ജനങ്ങളുടെ ഇടയിൽ ഇമേജുള്ള അണികളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന അണികളുമായിട്ട് ആഴത്തിൽ ആത്മബന്ധമുള്ള നേതാക്കന്മാരെ അവിടെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് ഇയാൾ അവിടെ ഇരിക്കട്ടെ. ഒരു KPC പ്രസിഡന്റ് ഇയാൾ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ ബെന്നി ബഹനാരെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം. ഞാൻ കൃത്യമായി പറയുക, ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം. MK രാഘവൻ, അയാൾ 4 പ്രാവശ്യം MP ആയിട്ടുള്ള ആൾ കോഴിക്കോടുന്നു. ജനങ്ങളുമായിട്ട് അണികളായിട്ട് വലിയ ബന്ധമുള്ളതാണ്. അയാളെ വേറൊരു വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം. ഒരു സ്ത്രീ ഇതിനകത്തില്ല എന്നിട്ടാണോ? 50% കൂടുതൽ സ്ത്രീകളല്ലേ കേരളത്തിലുള്ളത്. ആചാവർക്കന്മാരുടെയൊക്കെ സ്ത്രീകളുടെ സമരമാണ്. ഒരു സ്ത്രീ ഉണ്ട് ഇതിനകത്ത്. ഒരു സ്ത്രീയെ കൊണ്ടുവരണം. കഴിവുള്ള സ്ത്രീകളില്ലേ ഇതിനകത്ത്? ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അവർ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നേതാവ് എന്നുള്ള നിലയിൽ അവർ നല്ല കാര്യക്ഷമതയുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ വിഷ്ണുവിനെയും ഷാഫിയെയും ഒക്കെ അതിനകത്തുനിന്ന് പുറത്താക്കുന്നത് എത്രത്തോളം ബുദ്ധിപരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അല്ല ലിയോ, ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവരെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് നേട്ടം? അല്ല, അവരുടെ മണ്ഡലങ്ങളിൽ പ്രയോഗിച്ച ആ തന്ത്രങ്ങൾ ഒരു ബ്രോഡർ ക്യാൻവാസിലേക്ക് അതിനൊന്നും കഴിയില്ല. കാരണം അവർ ഇത് ചെയ്യുന്ന സമയത്ത് അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അല്ല ഞാൻ പറഞ്ഞോളെ, ആ ഒരു രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കാമല്ലോ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവര് തെരഞ്ഞെടുപ്പ് നിന്നപ്പോൾ ജയിച്ചു. വിഷ്ണുനാഥ് ഇപ്പോഴും ജയിച്ചു. അതിന് മുമ്പ് പ്രാവശ്യം തോറ്റു. ഇത്തവണ വിഷ്ണുനാഥ് ജയിക്കാൻ കാരണം വെച്ചാൽ കുണ്ടറയിൽ CPM-കാർ മേഴ്സിക്കുട്ടിക്കെതിരായിട്ട് വിഷ്ണുനാഥിന് കുത്തിക്കൊണ്ടാണ്. അവിടെ നിൽക്കട്ടെ, ജയിച്ചു. ഷാഫി പറമ്പിൽ 3 പ്രാവശ്യം MLA ആയപ്പോഴും MP ആയപ്പോഴും ജയിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ ഇവർ രണ്ടുപേരും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഇവർ രണ്ടുപേരും എന്നിരിക്കെ അന്ന് ഒരു സമരവും ഇവർക്ക് എന്താ വിജയിപ്പിക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നിന്നാൽ, ഈ മാർസിയൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പേഴ്സണൽ സെൽഫ് അഗ്രൻഡൈസ്മെൻ്റ് എന്ന് പറയും. അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർ ജയിക്കും. പക്ഷേ സംഘടന ചലിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് വിശ്വനാഥിൻ്റെ അനുഭവവും ഷാഫി പറമ്പിലിൻ്റെ അനുഭവം. പക്ഷെ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ച അവർക്കും ഇത് സാധിച്ചില്ലല്ലോ. അപ്പോൾ അവരുടെയും പരാജയമല്ലേ? ആർക്ക്? ഈ MK രാഘവനായാലും അവരൊക്കെ ജയിച്ചു. പക്ഷേ അതേ സമയം തന്നെ അവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ മൊബിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. അല്ല, അവർക്ക് ആ നിലയിലുള്ള സ്ഥാനം കിട്ടിയിട്ടില്ല. ഓക്കെ, അവരെ നിങ്ങൾ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ബെന്നി ബെഹനാനാണ് കേരളത്തിലെ അണികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളെന്നുള്ളത് ശത്രുക്കൾ പോലും സമ്മതിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലിയോ തന്നെ വന്നപ്പോഴത്തേക്കും ജയശങ്കറിന്റെ കാര്യം പറഞ്ഞു. അതെ, പറഞ്ഞു. അപ്പോൾ ജയമാണ് ലക്ഷ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യം ജയമാണെങ്കിൽ
KC വേണുഗോപാലിനെ പോലെ പാർട്ടി പിടിക്കലല്ല, ജയമാണെങ്കിൽ നിങ്ങൾ KPC പ്രസിഡന്റ് അവിടെ നിർത്തിക്കൊണ്ട് ഈ ഭാരവാഹികളെ എല്ലാം മാറ്റണം. അതാണ് അഭിപ്രായം. മാറ്റണം. പക്ഷെ അതിനുള്ള സാധ്യത എത്രത്തോളം? ഒന്ന് രണ്ട്, അവിടെ തീരുന്നില്ല. ഞാൻ പറയുന്നത് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും മാറ്റണം, DCC പ്രസിഡന്റുമാർ. എൻ്റെ ലിയോ DCC പ്രസിഡന്റുമാരെന്ന് പറഞ്ഞ് കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഒരുത്തന് ഇരിപ്പുണ്ട്. അവൻ്റെ പേരെന്താണെന്നറിയോ? പാലോട് രവി. അവനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ലിയോ എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. അതുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ പിന്നെ KC വേണുഗോപാലിൻ്റെ ഒരു വേറൊരു നേതാവുണ്ട്. അയാളുടെ പേരാണ് നെയ്യാറ്റിങ്കര സനൽ. ചെയ്യുന്ന പണി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ലിയോനോട് ഇറങ്ങിപ്പോകാൻ പറയും. കൊല്ലത്തൊരുത്തന് ഇരിപ്പുണ്ട്, 10-75 വയസ്സുള്ളൊരു വയോവൃദ്ധൻ. ഒരു പണി അയാളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കീറക്കടലാസുകളായിട്ടുള്ളവന്മാരാണ് DCC പ്രസിഡന്റുമാരായിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ റൂത്ത്ലെസ് ആയിട്ട് ഇവനെ എല്ലാം എടുത്ത് ദൂരെ കളയണം. എടുത്ത് ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ദൂരെ എറിയണം. ആ ജില്ലകളിലെല്ലാം അണികളുമായി ബന്ധമുള്ള നേതാക്കന്മാരാരാണോ അവരെ കൊണ്ടുവന്ന് വയ്ക്കണം. ശരിക്കും ജയിപ്പിക്കാൻ പോകുന്നത് ഈ സ്റ്റേറ്റ് ലീഡർഷിപ്പല്ല, ജയിപ്പിക്കാൻ പോകുന്നത് ജില്ലാ ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് KPC പ്രസിഡന്റ് അവിടെ ഇരിക്കണം, വൈസ് പ്രസിഡന്റുമാർ വർക്കിംഗ് പ്രസിഡന്റുമാർ വരണം. ഒരാളെ വേണേ വിശ്വനാഥ് അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് 3 എന്നുള്ളത് നിങ്ങൾക്ക് 5 ആക്കി വർദ്ധിപ്പിച്ചൂടെ? അതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? ആരെങ്കിലും ചോദിക്കുമോ? നിങ്ങൾ നിയമം ഉണ്ടാക്കുന്നത്. എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റി കഴിവുള്ളവന്മാരെ കൊണ്ടുവന്നാൽ കോൺഗ്രസിന് ഇനിയും സാധ്യത. എന്നിട്ട് ആ കോൺഗ്രസ് എന്ത് ചെയ്യണം? വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ റോഡിലേക്ക് ഇറങ്ങണം, അടി കൊള്ളാൻ തയ്യാറാവണം, പോലീസിൻ്റെ ലാത്തിയടി തലയ്ക്കൊണ്ട് തല പൊട്ടാൻ തയ്യാറാവണം, സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണം. അങ്ങനെ ഇനി വരുന്ന ഒരു വർഷം പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിന് കോൺഗ്രസിന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഇന്നലെ പ്രതിപക്ഷത്തിൽ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് പിന്നെ ഷാഫി പറമ്പിലും പിന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലും കള്ളനാണയങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. ഇന്ന് യൂത്ത് കോൺഗ്രസ്സിൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു രാവിലെ. എന്നോട് പറഞ്ഞു, എൻ്റെ സാർ, ഞാൻ സാറിൻ്റെ വീഡിയോ കൊണ്ട് കരഞ്ഞുപോയി, എന്നെ ഈ ഷാഫി പറമ്പിൽ പീഡിപ്പിച്ച് എൻ്റെ കഥകൾ ഞാൻ പറയട്ടെ എന്ന് കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ പറയാൻ തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കന്മാർ ഇതിനകത്തുണ്ട്, യുവാക്കൾ ഇതിനകത്തുണ്ട്, അവരെല്ലാം ചവിട്ടി മെതിച്ച് ഇട്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ തന്നെ ഊർജ്ജസ്വലരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവരെല്ലാം ചവിട്ടി മെതിച്ചിട്ടിരിക്കുകയാണ് ഈ വേണുഗോപാൽ. ഞാൻ പറയുന്നത് ഈ മാറ്റം അതിനകത്ത് വരണം. അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം, ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളെ തൊടിയിക്കരുത് കേരളത്തിലെ കോൺഗ്രസ്സിൽ. അയാൾ തൊട്ടതിൻ്റെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഇത്രയും ചീഞ്ഞ് നാറുന്നത്. അതുകൊണ്ട് അയാളോട് പറയണം, ഇൻ നോ അൺസർട്ടൻ ടൈംസ് അയാളോട്, നിങ്ങൾ അവിടെ നിൽക്കുന്നതും കുഴപ്പമാണ്. കാരണം അവിടെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ കോൺഗ്രസിനെ അയാൾ മുക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തൽക്കാലം ആ 2026 മെയ് വരെ നിങ്ങൾ ഈ കേരളത്തിലേക്ക് വരണ്ട മിസ്റ്റർ, നിങ്ങൾ അവിടെ നിന്നോ. നിങ്ങൾ അവിടെ ഔദ്യോഗിക വസതിയിൽ അവിടെ നിൽക്കുമോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്ത് പോവോ, അയാളെ കൊണ്ട് വല്ല പ്രസ്താവന എഴുതിപ്പിക്കുകയോ പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി, നിങ്ങൾ ഇതിന് മിണ്ടിപ്പോകരുത്, കേരളത്തിലെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ട് പോകരുതെന്ന് പറയുകയും കേരളത്തിൽ ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കന്മാരെ പിന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് കൊണ്ടുവരികയും കേരളത്തിലെ മുഴുവൻ DCC പ്രസിഡന്റുമാരെ അടിമുടി കിളവനും ഈ കൊളരാത്തവന്മാരും, ഞാൻ ചില വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും, ഞാൻ പറയുന്നത് അവരെ എല്ലാവരെയും മാറ്റി നാളെ കഴിഞ്ഞോ മുതൽ റോഡിലിറങ്ങി സമരം നടത്തിയാൽ ഒരു സംശയം വേണ്ട, 100 സീറ്റ് കിട്ടും. അല്ലാതെ ഈ VD സതീശനെ പോലുള്ളതൊക്കെ 100 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ചെയ്യും നമ്മൾ. പിന്നെ ഇയാളെ കൊള്ളില്ല പ്രതിപക്ഷ നേതാവിന്, ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയാം. ഇയാൾ ഒന്നിനും കൊള്ളില്ല, കാച്ചിന് കൊള്ളില്ല. നിയമസഭയിൽ ഗ്വാ എന്ന് പറഞ്ഞ് പ്രസംഗം നടത്താൻ കൊള്ളാം, ഇയാളെ വല്ല കോളേജ് തെരഞ്ഞെടുപ്പിനുണ്ട് വേണം നിർത്താം. അതല്ലാതെ ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് 4 വർഷം കൊണ്ട് അയാൾ തെളിയിച്ചു. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരാന്നുള്ളത് അപ്പം നമുക്ക് തീരുമാനിക്കാം. തൽക്കാലം ഇയാളെ മാറ്റണ്ട, അയാൾ അവിടെ നിൽക്കട്ടെ. കാരണം 4 വർഷം നിന്നല്ലോ, അയാൾ അവിടെ നിന്നോട്ടെ, മറ്റേ കതർ ഷർട്ടും ഒക്കെ ഇട്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് 29 സ്റ്റാഫ് ഉണ്ടായത് അറിയാമോ നിങ്ങൾക്ക്? ഞാനൊരു പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്തൊരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സ്റ്റാഫിനെല്ലാം കൂടി, ആ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറി, സിവിൽ പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മുതൽ കുക്ക് വരെ ഉണ്ട് ഇയാളുടെ വീട്ടിൽ. ഇയാൾക്ക് ലക്ഷങ്ങളുടെ ഇന്നോവ ക്രിസ്റ്റ എന്നൊക്കെ പറഞ്ഞ വണ്ടിയും കാര്യങ്ങളും എല്ലാ സൗകര്യം കൂടെ ചേർത്ത് ഒരു മാസം ഖജനാവിൽ നിന്നൊരു 30-35 ലക്ഷം രൂപ ശമ്പളമായിട്ട് മേടിക്കുന്നതിനാണ് VD സതീശൻ. വാട്ട് ദ ഹെൽ ഹി ഈസ് ഡൂയിങ്, ഞാൻ ചോദിക്കുക നിങ്ങളോട്, അയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അടുത്ത തവണ അയാളെ മുഖ്യമന്ത്രി ആക്കില്ല എന്ന് നമ്മൾ പറയണ്ട, പക്ഷേ മുഖ്യമന്ത്രി നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുക. അയാൾ അവിടെ തൽക്കാലം നിൽക്കും. ഈ മാറ്റം നടത്തിയ കോൺഗ്രസ് രക്ഷപ്പെടും. ഞാൻ വിശ്വസിക്കുന്ന, അവസാനമായിട്ട് ഞാൻ പറയുന്നു, ഈ മാറ്റം നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര വലിയ ഒരു തെരയിളക്കം ഇതിനകത്ത് മുകളിലും അടിത്തട്ടിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും നിർണായകമായി വേണ്ടത്
ഈ കെ സി വേണുഗോപാൽ ഷുഡ് ബി ടോൾഡ് ടു ഷട്ട് അപ്പ്, മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്ത് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്ററും കൂടെ ഒട്ടിച്ചിട്ട് അയാൾ അത് അവിടെ ഡൽഹിയിൽ അവിടെ ഇരുത്തണം. ഇരുത്തിയാൽ കോൺഗ്രസ്സിന് 100 സീറ്റിലും അധികാരത്തിൽ വരാം. കോൺഗ്രസ് ഒരു മിനിറ്റ് പോലും കളയാതെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് പറയാം. യെസ്, അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ ആണ് കോൺഗ്രസ്സിന് ഇനി കേരളത്തിൽ 2026 അധികാരം പിടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം മറക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ സംശയമായി നിലനിൽക്കുന്നത്. കാരണം പുതിയൊരു ഭരണസമിതി അധികാരം ഏറ്റ് അവർ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ അതൊക്കെ തന്നെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ നടക്കുന്ന ഈ അടിമുടി ഉള്ള തിരയിളക്കം അത് എത്രത്തോളം ഔട്ട്ബേസ്റ്റ് ചെയ്യുന്നു, അത് എത്രത്തോളം ഒരു ചേഞ്ചിലേക്ക് വരും എന്നുള്ളത്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.